റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. UDF സർക്കാരിന്റെ 2 ഗ്യാരണ്ടികൾ ഉടനെന്ന മുഖ്യമന്ത്രി VD സതീശൻ. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി. ജനസാഗരം സാക്ഷിയാക്കി VD സതീശൻ സർക്കാർ അധികാരമേറ്റു. പുതുപ്രതീക്ഷയിൽ കേരളം. UDF മന്ത്രിസഭയിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത് 2 പേർ. RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണുമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സർപ്രൈസ് എൻട്രിയിലൂടെ മന്ത്രിയായ OJ ജനീഷ് നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. ജനീഷ് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ. ഉത്സവമാക്കി UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കൂറ്റൻ സ്ക്രീനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണിച്ച് DCC. തളിക്കുളത്ത് കാർ വൈദ്യുതി തൂണിലിടിച്ച് യുവാവ് മരിച്ചു. വയനാട് സ്വദേശി മുജീബ് റഹ്മാനാണ് മരിച്ചത്. എടത്തിരുത്തിയിൽ യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. അയൽവാസി കൊട്ടാരപ്പറമ്പിൽ അനൂപാണ് പിടിയിലായത്. വാർത്തയിലേക്ക്. UDF സർക്കാരിന്റെ 2 ഗ്യാരണ്ടികൾ ഉടനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷമാണ് UDF പ്രകടന പത്രികയിൽ പറഞ്ഞ 5 ഗ്യാരണ്ടികളിൽ 2 ഗ്യാരണ്ടികൾ ഉടൻ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ള. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. വയോജന വകുപ്പ് രാജ്യത്ത് ആദ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി സമൂഹം പരിഷ്കൃതമാകണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണമെന്നും കൂട്ടിച്ചേർത്തു. വയോജന വകുപ്പിന് പിന്നിൽ സ്വപ്ന തുല്യമായ ലക്ഷ്യമുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി വർക്കർമാർക്കും പാചക തൊഴിലാളികൾക്കും 1000 രൂപ വീതം കൂട്ടി. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കൂടുതൽ സഹായമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയാമാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. TCV തൃശൂർ. ജനസാഗരം സാക്ഷിയാക്കി കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള
എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. വി ഡി സതീശന് പുറമെ 21-അംഗ മന്ത്രിസഭയിലെ പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, സി പി ജോൺ, അനൂപ് ജേക്കബ്, എ പി അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, പി സി വിഷ്ണുനാഥ്, എം ലിജു, ടി സിദ്ദിഖ്, റോജി എം ജോൺ, ഒ ജെ ജനീഷ്, കെ എ തുളസി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഡി കെ ശിവകുമാർ, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, വിവിധ സാമൂഹിക നേതാക്കൾ, മതമേലാധ്യക്ഷന്മാർ തുടങ്ങിയവരും ചടങ്ങിനെത്തി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക് ഭവനിൽ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. TCV ന്യൂസ്, തൃശൂർ. UDF മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് 2 പേർ. RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റ് മന്ത്രിമാരെല്ലാം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തൃശൂർ ജില്ലയ്ക്ക് ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷം സമ്മാനിക്കുന്നതായിരുന്നു വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഒരു പതിറ്റാണ്ട് നീണ്ട UDFന്റെ അധികാര വരൾച്ചയ്ക്ക് വിരാമമിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ തൃശൂർ ജില്ലയും ആഹ്ലാദ നിറവിലാണ്. പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമാണ് തൃശൂർ DCC ഓഫീസിൽ പ്രവർത്തകരും നേതാക്കളും സന്തോഷം പങ്കുവച്ചത്. തുടർന്ന് നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ സത്യപ്രതിജ്ഞ വീക്ഷിക്കാൻ DCC ഓഫീസിൽ LED സ്ക്രീനും സജ്ജമാക്കിയിരുന്നു. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സന്തോഷ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃശൂരിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് നേതാക്കളായ അഡ്വക്കേറ്റ് സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ, P ശിവശങ്കരൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV തൃശൂർ. OJ ജനീഷിനെ തേടി മന്ത്രി പദവി എത്തിയതോടെ കാക്കുള്ളിശ്ശേരിയിലെ ഓടശ്ശേരി വീട്ടിൽ ആഹ്ലാദം തിരതള്ളി. മന്ത്രി പദവിയിലെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തന്റെ മോൻ. സമരങ്ങൾക്കിടയിൽ പോലീസിന്റെ അടികൊണ്ട് ജയിലിൽ കിടന്നു. അവൻ തല്ലുകൊണ്ട് ആശുപത്രികളിൽ കിടക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സങ്കടം എത്ര വലുതാണെന്നറിയും. ഒടുവിൽ അവൻ അർഹതയുള്ള സ്ഥാനത്തെത്തിയതിൽ സന്തോഷമുണ്ട്, അമ്മ പുഷ്പ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ 20 കൊല്ലമായുള്ള ജനീഷിന്റെ പ്രയത്നത്തിന് ലഭിച്ച അംഗീകാരമാണിതെന്നും ഭാര്യ ശ്രീലക്ഷ്മി പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ജനീഷ് രാഷ്ട്രീയത്തിൽ സജീവമായത്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ സിറ്റിംഗ് MLA സുനിൽകുമാറിനെ 8308 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് OJ ജനീഷ് കന്നി അംഗത്തിൽ വിജയിച്ചത്. പ്രതീക്ഷ ഉണ്ടായില്ല. സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളത്തെ കഷ്ടപ്പാടിന്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു MLA സ്ഥാനം കിട്ടിയതല്ലേ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മോൻ തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരുപാട് ഞാനും വിഷമിച്ചിട്ടുണ്ട്. ഇവനിങ്ങനെ വരാണ്ടും തല്ലുകൊണ്ട് ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം ഭയങ്കര സന്തോഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശൂർ നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. പാട്ടുരായ്ക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പൂങ്കുന്ന സെന്ററിൽ സമാപിച്ചു. തൃശൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത്, വി എ ഷംസുദ്ദീൻ, കുര്യൻ മുട്ടത്ത്, TV ബാലസുബ്രഹ്മണ്യൻ, KK വൈദേഹി, P സരളാദേവി എന്നിവർ നേതൃത്വം നൽകി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB പ്രിൻസ്, പൈങ്കയിൽ സജീവ് കുമാർ, ദേവസി തൊണ്ടുങ്ങൽ, ബെന്നി തൊണ്ടുങ്ങൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
UDF സർക്കാരിന്റെ സ്ഥാനാരോഹണ വേളയിൽ മധുരം വിളമ്പി കോൺഗ്രസ് പ്രവർത്തകർ. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന പായസ വിതരണത്തിന് കോൺഗ്രസ് നേതാക്കളായ KP സുനിൽകുമാർ, ദിലീപ് ഖാദി, ദിൽഷൻ കൊട്ടേക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് അധികാരമേറ്റ ടീം UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പായസ വിതരണവും നടന്നു. വിജയാഘോഷം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് എറക്കാട്ട്, ഭാരവാഹികളായ NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, ജസ്റ്റിൻ പാണേങ്ങാടൻ, CO അലോഷ്യസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. VD സതീശന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പെരിങ്ങോട്ടുകര കിഴക്കേ നടയിൽ സമാപിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, കോൺഗ്രസ് നേതാക്കളായ VK പ്രദീപ്, രാമൻ നമ്പൂതിരി, ഷാഫി കല്ലുംകടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ പായസ വിതരണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, കുന്നംകുളം UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, KR രാധിക, രഘു കരിയന്നൂർ, MC ഐജു, നജീബ്, റസാഖ്, വർഗീസ്, AU മനാഫ് എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളത്ത് കാർ വൈദ്യുതി തൂണിലിടിച്ച് യുവാവ് മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. തളിക്കുളം പുളിപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപമാണ് അപകടം നടന്നത്. കാറിലുണ്ടായിരുന്ന വയനാട് വെള്ളമുണ്ട സ്വദേശി കവരവീട്ടിൽ മുസ്തഫയുടെ മകൻ 20 വയസ്സുള്ള മുജീബ് റഹ്മാനാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന മുജീബിന്റെ സഹോദരൻ നജീബ് റഹ്മാൻ, കാറിലുണ്ടായിരുന്ന ഇവരുടെ മാതാവിനും സഹോദരിക്കും പരിക്കേറ്റു. കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വയനാട്ടിലേക്ക് പോകുന്നതിനിടെ പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുജീബ് റഹ്മാനെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. പരിസരവാസിയായ കൊട്ടാരപ്പറമ്പിൽ അനൂപാണ് പിടിയിലായത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ കയ്പമംഗലം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപം വട്ടപ്പള്ളി വീട്ടിൽ അനീഷാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അനീഷിന്റെ വീടിന് മുന്നിലെ റോഡിൽ വെച്ചാണ് കുത്തേറ്റത്. വയറിന് കുത്തേറ്റ അനീഷിനെ ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന് തൃശൂരിലെ ദയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എക്സൈസിൽ പാചക തൊഴിലാളിയാണ് അനീഷ്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി കിണറ്റിൽ വീണ 2 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വയോധികയും കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളിയുമാണ് കിണറ്റിൽ വീണത്. 40 അടിയോളം ആഴമുള്ള കിണറ്റിൽ വീണ ചാപ്പാറ റാഹത്ത് ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന പറാട്ടുപറമ്പിൽ 74-കാരിയായ നാരായണിയെയാണ് ആദ്യം രക്ഷപ്പെടുത്തിയത്. ചാപ്പാറ ITCക്ക് സമീപം ചുളക്കടവിൽ സുബൈറിന്റെ പുരയിടത്തിലെ കിണർ വൃത്തിയാക്കാനിറങ്ങിയ കോഴിക്കട സ്വദേശി ഷൈജു കിണറ്റിൽ അകപ്പെട്ടു. വിവരം അറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് സംഘം നെറ്റ് ഉപയോഗിച്ച് ഇരുവരെയും രക്ഷപ്പെടുത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KE ഷിജിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജിതിൻ രാജ്, റെജിൻ, റെനീഷ്, അക്ഷയ് ബാബു, ഹോംഗാർഡുമാരായ വർഗീസ്, ശശിധരൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇടവേള. Discover is Lavraico there, La Crème de la Fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. ഭിന്നശേഷിക്കാരുടെ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയുടെ നേതൃത്വത്തിൽ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ 101 ഭിന്നശേഷിക്കാരുടെ മെഗാ ചെണ്ടമേളം നടന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അവതാരിക ലക്ഷ്മി നക്ഷത്ര, കോർഡിനേറ്റർമാരായ പെപ്പിൻ ജോർജ്, അപർണ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. വീൽചെയർ കലാകാരന്മാരുടെ സംഗീത നിശ, വീരനാട്യം എന്നിവയും അരങ്ങേറി.
ദേശീയപാത ചുവന്നമണ്ണ് നീർപ്പാലത്തിന്റെ തൂണിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഷീജ വെന്റിലേറ്ററിൽ തുടരുന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ പെരിഞ്ഞനം നടക്കൽ വീട്ടിൽ രാജലക്ഷ്മി, ചെറുവത്തേരി ചിറയത്ത് വീട്ടിൽ വിലാസിനി എന്നിവർ മരിച്ചിരുന്നു. തൃശൂർ ജവഹർ ബാലഭവൻ ഒഴിവുകാല പരിശീലന പരിപാടിയിൽ കലയോടൊപ്പം ആരോഗ്യം, അറിവ് പകർന്ന് വായുജന്യ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെ 100 ദിന ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ജില്ലാ TB സെന്റർ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ സുനിത നയിച്ചു. നഴ്സിംഗ് ഓഫീസർ സുജിത വായുജന്യ രോഗ നിയന്ത്രണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജവഹർ ബാലഭവൻ വൊക്കേഷണൽ ക്ലാസ് കോർഡിനേറ്റർ K. ജോയ് വർഗീസ് നേതൃത്വം നൽകി. ഗോവയിലെ മഡ്ഗാവിൽ വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയ്ക്കായി പാവറട്ടി സ്വദേശി റഹ്ന റഷീദ് ഇരട്ട സ്വർണം നേടി. ഇടത് വലത് കൈ വിഭാഗങ്ങളിലായാണ് റഹ്ന റഷീദ് സ്വപ്ന നേട്ടം കൈവരിച്ചത്. എഴുത്തുകാരനും കവിയുമായ പാവറട്ടി സ്വദേശി റഷീദ് K. മുഹമ്മദിന്റെ ഭാര്യയാണ് റഹ്ന. ഖത്തറിൽ ജോലി ചെയ്യുന്ന റഹ്ന ഈ വർഷം നടന്ന ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. മക്കളായ അദ്നാൻ ബിൻ അബ്ദുൾ റഷീദും അഫ്നാൻ ബിൻ അബ്ദുൾ റഷീദും ദേശീയ പഞ്ചഗുസ്തി താരങ്ങളാണ്. അതിരൂപത ദിനാചരണത്തിന്റെ ഭാഗമായി നിർധനരായ 2 കുടുംബങ്ങൾക്കായി വടക്കാഞ്ചേരി ഫൊറോന ഇടവക നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ ആശീർവാദവും ഉദ്ഘാടനവും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി ഗൃഹപ്രവേശം നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, കൌൺസിലർമാരായ സപ്ന ശശി, സിന്ധു സുബ്രഹ്മണ്യൻ, വിൻസെന്റ് ഡി പോൾ, സെൻട്രൽ പ്രസിഡന്റ് പോൾസൺ കല്ലൂക്കാരൻ, ഫൊറോന സെക്രട്ടറി എഡിസൺ തോമസ്, ജിജി ജോസ് എടക്കളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചെട്ടിക്കാട് തീർത്ഥകേന്ദ്രത്തിലെ 8ാം ഇടം നാളെ ആഘോഷിക്കും. രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പഴമ്പിള്ളി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടക്കും. എടത്തുരുത്തിയിൽ സ്നേഹസംഗമം കൂട്ടായ്മ സംഘടിപ്പിച്ച കുടുംബസംഗമം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. സംഗമം പ്രസിഡന്റ് NK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കലാസാഹിത്യ രംഗത്ത് 55 വർഷം പൂർത്തീകരിച്ച ബാപ്പു വലപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് അംഗം രഞ്ജിനി സത്യൻ, സാംസ്കാരിക പ്രവർത്തകരായ മുഹസിൻ പാടൂർ, RI സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ ആദിലക്ഷ്മി, ക്രിസ്റ്റീന ഷിബു എന്നിവരെ അനുമോദിച്ചു. SNSC ചന്ദ്രാപിന്നയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മർ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നൌമി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T. പ്രേമൻ, ഇന്റർനാഷണൽ കോച്ച് ജിംഷാദ്, മുൻ ഇന്ത്യൻ നേവി താരം ഉത്തം കുമാർ, PC രവി, TJ രാഗേഷ്, SNSC ഭാരവാഹികളായ സാജു കളാന്ദ്ര, ജനു പുനത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിൻ്റെ സമാപന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ടൈമിലും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ഇതുപോലെയുള്ള പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ വർഷങ്ങളായിട്ട്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു.
ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. UDF സർക്കാരിന്റെ 2 ഗ്യാരണ്ടികൾ ഉടനെന്ന മുഖ്യമന്ത്രി VD സതീശൻ. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി. ജനസാഗരം സാക്ഷിയാക്കി VD സതീശൻ സർക്കാർ അധികാരമേറ്റു. പുതുപ്രതീക്ഷയിൽ കേരളം. UDF മന്ത്രിസഭയിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത് 2 പേർ. RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണുമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സർപ്രൈസ് എൻട്രിയിലൂടെ മന്ത്രിയായ OJ ജനീഷ് നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. ജനീഷ് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ. ഉത്സവമാക്കി UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കൂറ്റൻ സ്ക്രീനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണിച്ച DCC. തളിക്കുളത്ത് കാർ വൈദ്യുതി തൂണിലിടിച്ച് യുവാവ് മരിച്ചു. വയനാട് സ്വദേശി മുജീബ് റഹ്മാനാണ് മരിച്ചത്. എടത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. അയൽവാസി കൊട്ടാരപ്പറമ്പിൽ അനൂപാണ് പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.